നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. അപ്പോൾ അതിൽ ആദ്യത്തെ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഒരുമിച്ച് പഠിക്കണേ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ആൽഡിഹൈഡ്സ് ആദ്യം തന്നെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടൊരു കാർബണിയൽ ഗ്രൂപ്പ് ഉണ്ട്, സി ഡബിൾ ബോണ്ട് ഒ ഗ്രൂപ്പ് ഉണ്ട്, കാർബണിയൽ ഗ്രൂപ്പ്. ഈ കാർബണിയൽ ഗ്രൂപ്പിൽ രണ്ട് വാലൻസി ഒരെണ്ണം ഹൈഡ്രജൻ ആയിട്ടും ഒരെണ്ണം ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരം കോമ്പൗണ്ട്സ് ആണ് ആൽഡിഹൈഡ്സ്. ഇത്തരം കോമ്പൗണ്ട്സ് ആണ് ആൽഡിഹൈഡ്സ്. ഇനി ഇതിലത്തെ രണ്ട് വാലൻസിയും ആൽക്കൈൽ ഗ്രൂപ്പ്സ് വെച്ചിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീറ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടൊരു സി ഡബിൾ ബോണ്ട് ഒ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട്, കാർബണിയൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് സിമിലർ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഒരുമിച്ച് പഠിക്കണത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ അതിൻ്റെ IUPAC നെയിമിങ് എങ്ങനെ എഴുതുക എന്നുള്ളത് നോക്കാം. IUPAC നെയിം എഴുതുന്ന സമയത്ത് ആൽഡിഹൈഡ്സ് ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡറി സഫിക്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആൽ എന്നുള്ള AL എന്നുള്ള സഫിക്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ അതിനാണെങ്കിൽ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ IUPAC നെയിമിൻ്റെ കൂടെ തന്നെ കോമൺ നെയിംസും ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ കോമൺ നെയിംസും കുറച്ചും കൂടി പോപ്പുലർ ആണ്. അപ്പോൾ ഓരോ കാർബണിയൽ കോമ്പൗണ്ട്സിൻ്റെയും ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും ഒക്കെ കോമൺ നെയിമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർബണിയൽ ഗ്രൂപ്പ്, അതായത് ആദ്യത്തെ ആൽഡിഹൈഡ് സി ഡബിൾ ബോണ്ട് ഒ ഗ്രൂപ്പ്, രണ്ട് വാലൻസിയും ഓരോ ഹൈഡ്രജൻ വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്ത ഫസ്റ്റ് ആൽഡിഹൈഡാണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും, ഒരു കാർബൺ ഉള്ള ആൽക്കെയിൻ ആകുമ്പോൾ മെത്ത്, ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, ആൽക്കെയിനാണ്, ഒക്കെ സിംഗിൾ ബോണ്ടാണ്, അതുകൊണ്ട് ANE എന്ന് എഴുതാം. അവസാനത്തെ റീപ്ലേസ് ചെയ്തിട്ട് AL ആണെങ്കിൽ അതാണ് അതിൻ്റെ IUPAC നെയിം, മെഥനാൽ എന്നാണ് ഇതിൻ്റെ IUPAC നെയിം വരിക. അതുപോലെ തന്നെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് CH3 വന്നു, ഇതാണ് അസെറ്റാൽഡിഹൈഡ്. അപ്പോൾ ഇതിൽ രണ്ട് കാർബൺ വരുന്നുണ്ട്, അപ്പോൾ എത്താണ്. ഈഥെയിൻ ഫുൾ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈഥെയിൻ ആണ്. അവസാനത്തെ റീപ്ലേസ് ചെയ്തിട്ട് AL വരികയാണെങ്കിൽ അതാണ് ഇതിൻ്റെ IUPAC നെയിം, എഥനാൽ എന്നാണ് ഇതിൻ്റെ IUPAC നെയിം. അപ്പോൾ ആൽക്കനാൽ എന്നാണ് അതിനെ നെയിം ചെയ്യുക. അതിൻ്റെ വേർഡ് റൂട്ടിനനുസരിച്ചിട്ട് ബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സഫിക്സ് നമ്മൾ കൊടുക്കും. ഒക്കെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടാണ്, അതുകൊണ്ട് ഈഥെയിൻ ആൽക്കെയിൻ ആണ്. ആൽക്കെയിനിലത്തെ അവസാനത്തെ റീപ്ലേസ് ചെയ്തിട്ട് AL എന്നുള്ള സെക്കൻഡറി സഫിക്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആൽഡിഹൈഡ്സിനെ നെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡാണ്, ഫസ്റ്റ് അരോമാറ്റിക് ആൽഡിഹൈഡാണ്, അതിനെ നെയിം ചെയ്യുന്നത് ബെൻസാൽഡിഹൈഡ് എന്നാണ്. ബാക്കിയുള്ള എല്ലാ ആൽഡിഹൈഡ്സും ബെൻസാൽഡിഹൈഡിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ പേര് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ അരോമാറ്റിക് ആൽഡിഹൈഡ് ആയിട്ടുള്ള ബെൻസാൽഡിഹൈഡ്, ബാക്കിയുള്ള എല്ലാ അരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ്സും ബെൻസാൽഡിഹൈഡിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അനലോഗ്സ് ആയിട്ടാണ് നമ്മളതിന് പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആൽഡിഹൈഡ്സിൻ്റെ നെയിമിങ്. അങ്ങനെയാണെങ്കിൽ കീറ്റോൺസിനെ എങ്ങനെയാണ് നെയിം ചെയ്യാൻ നോക്കാം. കീറ്റോൺസിനെ നെയിം ചെയ്യുമ്പോൾ IUPAC നെയിമിൽ എന്താണ് സെക്കൻഡറി സഫിക്സ് ആയിട്ട് ONE, ഓൺ എന്നാണ് അതിൻ്റെ സെക്കൻഡറി സഫിക്സ് നമ്മൾ ആഡ് ചെയ്യുക, ONE. അപ്പോൾ അതിൽ ആദ്യത്തെ എക്സാമ്പിളാണ് CH3, സി ഡബിൾ ബോണ്ട് O CH3. അതായത് ഇത് മിഡിലിൽ വരുന്നൊരു ഗ്രൂപ്പാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഗ്രൂപ്പ് വേണം. അപ്പോൾ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ കീറ്റോണിൽ 3 കാർബൺ ആറ്റംസ് ഉണ്ട്, അത് നടുക്കിൽ തന്നെയാണ്. അപ്പോൾ ആ കാർബണിയൽ ഗ്രൂപ്പ് നടുക്കിൽ വരുന്നു, 3 കാർബൺ ആറ്റംസ്. അപ്പോൾ 3 കാർബൺ ആറ്റം വരുന്ന ആൽക്കെയിനാണ് പ്രൊപ്പെയിൻ. ഈ പ്രൊപ്പെയിനിലത്തെ അവസാനത്തെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓൺ എന്നാക്കും. അപ്പോൾ പ്രൊപ്പനോൺ എന്നാണ് അതിനെ നെയിം ചെയ്യുക. ഓക്കെ, IUPAC നെയിമിങ് പ്രൊപ്പനോൺ ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സി ഡബിൾ ബോണ്ടോ കാർബണിയൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ പറയണം. ഇവിടെ രണ്ട് ഭാഗത്തും ഓരോ 3 കാർബണേ ഉള്ളൂ, അപ്പോൾ അതിന് നടുക്കിൽ വരാൻ ഉള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇതിന് വേറൊരു രീതിയിൽ ഈ കാർബണിയൽ ഗ്രൂപ്പിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പ്രൊപ്പനോൺ എന്ന് മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ സി ഡബിൾ ബോണ്ടോ കാർബണിയൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഏതാണെന്ന് കൂടി പറയണം. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ പ്രൊപ്പനോൺ എന്ന് പറയുന്നത് നമുക്ക് അസറ്റോൺ എന്ന പേരിൽ നമുക്കറിയുന്ന നമ്മൾ നെയിൽ പോളിഷ് റിമൂവറിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള അസറ്റോൺ ആണിത്. അതിനെ തന്നെ അസറ്റോൺ എന്നുള്ള പേരിൽ കോമൺ നെയിമിലാണ് ഇത് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈമീഥൈൽ കീറ്റോൺ എന്നും പറയലുണ്ട്. ഇതിൻ്റെ IUPAC നെയിം പ്രൊപ്പനോൺ എന്നാണ്, പ്രൊപ്പനോൺ. ഓക്കെ, അടുത്ത ഒരു ആൽഡിഹൈഡാണ് CH3 CH2 കീറ്റോൺ കേട്ടോ.
അടുത്ത കീറ്റോൺ ആണ് CH3CH2 C ഡബിൾ ബോണ്ട് OCH3. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മീഥൈൽ ഈഥൈൽ കീറ്റോൺ, ഒരു മീഥൈൽ ഗ്രൂപ്പും ഒരു ഈഥൈൽ ഗ്രൂപ്പും ഉണ്ട്. മീഥൈൽ ഈഥൈൽ കീറ്റോൺ എന്ന് കോമൺ ആയിട്ട് അതിനെ പേര് കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ IUPAC നെയിമിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. 1 2 3 4 4 കാർബൺ ആറ്റംസ് ആണ്. 4 കാർബൺ ആറ്റംസ് ഒക്കെ സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് ഇത് ബ്യൂട്ടൈൻ ആണ്. ഇനി എന്താ പറയണത്, ബ്യൂട്ടൈൻ ആണ്. അതിൻ്റെ അവസാനത്തെ E റീപ്ലേസ് ചെയ്തിട്ട് ONE ചേർക്കണം. അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ പൊസിഷൻ C ഡബിൾ ബോണ്ട് Oയുടെ പൊസിഷൻ പറയണം. അതിന് ലോവസ്റ്റ് നമ്പറിംഗ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യേണ്ടത് 1 2. അപ്പോൾ ബ്യൂട്ടൻ 2 ഓൺ എന്നാണ് ഇതിനെ പേര് കൊടുക്കുക. ബ്യൂട്ടൻ 2 ഓൺ എന്നാണ് ഇതിന് പേര് കൊടുക്കുക. അടുത്തത് എന്താണ്, നമ്മുടെ അരോമാറ്റിക് ആയിട്ടുള്ള ഒരു കീറ്റോൺ ആണ് CH3 C ഡബിൾ ബോണ്ട് O C6H5. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മീഥൈൽ ഫിനൈൽ കീറ്റോൺ എന്നാണ് പേര് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പേരാണ് അസെറ്റോഫീനോൺ. അസെറ്റോഫീനോൺ എന്നാണ് അതിനെ IUPAC നെയിം. അസെറ്റോഫീനോൺ എന്നാണ് ഇതിന് പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഒക്കെ പേര് കൊടുക്കാം. ഇനി ആൽഡിഹൈഡ്സ് ആയാണെങ്കിലും കീറ്റോൺസ് ആണെങ്കിലും അതിലത്തെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ആറ്റം ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. ഓക്കെ, കാർബണിയൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണ്. അപ്പോൾ അവിടെ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ നമുക്കറിയാം ട്രയഗണൽ പ്ലനാർ ആണ് അതിൻ്റെ ജോമെട്രി വരിക. sp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ട്രയഗണൽ പ്ലനാർ ആണ് ജോമെട്രി. അപ്പോൾ ഇങ്ങനെ ഇതാണെങ്കിൽ ആൽഡിഹൈഡ്സ് ആകുമ്പോൾ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെ ഹൈഡ്രജൻ. കീറ്റോൺസ് ആകുമ്പോൾ ഇവിടെ രണ്ട് പുറത്തും രണ്ട് സെയിം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ. ബാക്കി മൂന്നാമത്തെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓക്സിജനുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർബണിൽ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട് വിത്ത് 1 ഇലക്ട്രോൺ. ഈ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓക്സിജൻ്റെ p ഓർബിറ്റലും കൂടിയിട്ട് ലാറ്ററലായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് അവിടെ പൈ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ഇവിടെ എന്ത് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്, കാർബൺ ഓക്സിജൻ്റെ ഇടയിലുള്ള ഈ പൈ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. കാർബൺ ആറ്റം ഇൻ കാർബണിയൽ ഗ്രൂപ്പ് ഈസ് sp2 hybridized and it has trigonal planar geometry.